സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പപ്പായയും ബനാനയും വെച്ച് ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു ഹെൽത്തി സ്മൂത്തിയാണ്. ഉണ്ടാക്കാനും വലുതായി പണിയൊന്നുമില്ല. ഈ രണ്ട് ഫ്രൂട്ട്സും ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ട്സാണ്. വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ ഇത് രണ്ടും കൃഷി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതെല്ലാവരും വീട്ടിൽ നട്ടു വളർത്തിക്കൊള്ളും. ചൂടുകാലത്തും മഴക്കാലത്തും എല്ലാം ഇതുണ്ടാക്കി കുടിക്കാം. പപ്പായയും ഏത്തപ്പഴവും പ്രകൃതിയുടെ ഒരു വരദാനമാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇത് രണ്ടും കൂടിയാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കിയത്. ഇത് രണ്ടും ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുത്ത് ശീലിക്കണം എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. വീട്ടിൽ പപ്പായയും ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മുറിച്ചോ ജ്യൂസ് അടിച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പപ്പായ കഴുകി വൃത്തിയാക്കി മുറിച്ച ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരു മാറ്റി നമുക്ക് കോരിയെടുക്കാം. നല്ലപോലെ പഴുത്തതാണെങ്കിൽ അതിൻ്റെ പൾപ്പ് കോരിയെടുക്കാൻ സുഖമാണ്. പപ്പായ, പൈനാപ്പിളോ നാരങ്ങാനീരോ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, അതിൻ്റെ ചുവ മാറിക്കിട്ടും. ഇനി ഇത് തൊലിയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം, അല്ലെങ്കിൽ തൊലി ചെത്തിക്കളഞ്ഞ് മുറിച്ചും എടുക്കാം. പിന്നെ ഇത് കണ്ണിനും നമ്മുടെ സ്കിന്നിനുമെല്ലാം വളരെയധികം നല്ലതാണ്.
മീറ്റ് വേവിക്കുമ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടി പപ്പായ മുറിച്ചിട്ട് വേവിക്കാറുണ്ട്. ചിലർ പഴുത്ത പപ്പായ അരച്ച് മുഖത്ത് തേക്കാറുണ്ട്. അത് നമ്മുടെ ഡ്രൈ സ്കിന്ന് മാറ്റിത്തരും എന്ന് പറയുന്നു കേൾക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം മുറിച്ചിടാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ ഏത്തപ്പഴം എന്നും പറയാറുണ്ട്. ഒരെണ്ണമാണ് ഇതിലേക്ക് വേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് പപ്പായ ഇട്ട ശേഷം അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇടാം. ചെറുതായി മുറിച്ചിട്ടാൽ വേഗം അരഞ്ഞു കിട്ടും. ഈ രണ്ട് ഫ്രൂട്ടും ഡയബറ്റിക്സ് ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ രണ്ട് ഫ്രൂട്ടും നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾക്ക് പപ്പായയുടെ ഇലയുടെ നീര് പിഴിഞ്ഞ് കുടിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പപ്പായയുടെ പൂവ് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഇടേണ്ട ഒരു ആവശ്യവുമില്ല. മധുരം കൂടുതലായി ആവശ്യമുള്ളവർ ഹണി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. വെള്ളം ചേർക്കണമെന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചെറിയൊരു കയ്പുള്ളത് കൊണ്ട് ചില കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവില്ല. ഇത് കുടിച്ച് ശീലിച്ചാൽ അങ്ങനെയൊന്നും തോന്നില്ല, നല്ല സ്വാദായിരിക്കും. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.